ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ യുവരാജ് സിംഗ് എന്ന പേര് ഒരു സാധാരണ ക്രിക്കറ്റ് താരത്തെക്കാൾ ഉപരിയായി ഒരു പോരാളിയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ്. ഇടംകൈയ്യൻ ബാറ്റ്സ്മാൻ എന്ന നിലയിലും സ്പിന്നർ എന്ന നിലയിലും ഇന്ത്യൻ ക്രിക്കറ്റിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ഗ്രൗണ്ടിലെ തകർപ്പൻ പ്രകടനങ്ങൾ പോലെ തന്നെ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചതും അദ്ദേഹത്തെ ആരാധകരുടെ പ്രിയങ്കരനാക്കി മാറ്റി. 1981 ഡിസംബർ 12 ചണ്ഡീഗറിൽ യോഗരാജ് സിംഗിന്റെയും ഷബ്നം സിംഗിന്റെയും മകനായി യുവരാജ് ജനിച്ചു. ഒരു ക്രിക്കറ്റ് താരമായിരുന്ന അച്ഛൻ യുവരാജിനെ ഒരു ഫാസ്റ്റ് ബൗളറാക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ യുവരാജിന് ബാറ്റിങ്ങിനോടായിരുന്നു കൂടുതൽ താല്പര്യം. കുട്ടിക്കാലത്ത് ടെന്നീസിലും സ്കേറ്റിംഗിലുമെല്ലാം മികവ് കാട്ടിയിരുന്ന യുവരാജ് പിന്നീട് ക്രിക്കറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പഞ്ചാബ് അണ്ടർ-12 ക്രിക്കറ്റ് ടീമിൽ ചേർന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അണ്ടർ-16, അണ്ടർ-19 തലങ്ങളിലും തിളങ്ങിയ യുവരാജ് 2000 ICC നോക്കൌട്ട് ട്രോഫിയിലൂടെ ഇന്ത്യൻ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. യുവരാജ് സിംഗിന്റെ ക്രിക്കറ്റ് കരിയർ തിളക്കമാർന്ന അനേക മുഹൂർത്തങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവ 2007 T20 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പുമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ T20 ലോകകപ്പ് യുവരാജ് സിംഗിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ നിർണായക മത്സരത്തിൽ സ്റ്റുവാർട്ട് ബ്രോഡിന്റെ ഓവറിൽ 6 സിക്സറുകൾ പറത്തി യുവരാജ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഈ പ്രകടനം ഒരു T20 മത്സരത്തിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് യുവരാജിന് സമ്മാനിച്ചു. വെറും 12 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതും ഈ മത്സരത്തിലാണ്. ഈ പ്രകടനത്തിന്റെ ബലത്തിൽ ഇന്ത്യ ലോകകപ്പ് കിരീടം നേടുകയും ചെയ്തു. യുവരാജിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് ഇന്ത്യൻ ആരാധകർക്ക് എന്നും ഓർമ്മിക്കാവുന്ന ഒരു സുവർണ നിമിഷം തന്നെയാണ്. സ്വന്തം നാട്ടിൽ നടന്ന 2011 ഏകദിന ലോകകപ്പ് യുവരാജ് സിംഗിന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഫീൽഡിംഗിലും യുവരാജ് ടീമിന് വേണ്ടി അസാധ്യ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. 362 റൺസും 15 വിക്കറ്റും നേടിയ യുവരാജ് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ അതിൽ യുവരാജിന്റെ പങ്ക് നിർണായകമായിരുന്നു. ഈ ലോകകപ്പ് വിജയമാണ് യുവരാജിനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസങ്ങളുടെ പട്ടികയിൽ ഉറപ്പിച്ചത്. 2011 ലോകകപ്പിന് ശേഷം യുവരാജിന്റെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളി കാത്തിരിപ്പുണ്ടായിരുന്നു. ലോകകപ്പ് സമയത്തുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾക്ക് ശേഷം നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അർബുദം സ്ഥിരീകരിച്ചു. ക്രിക്കറ്റ് കരിയറിന്റെ ഉന്നതയിൽ നിൽക്കുമ്പോഴുണ്ടായ ഈ വാർത്ത യുവരാജിനെയും അദ്ദേഹത്തിന്റെ ആരാധകരെയും ഒന്നടങ്കം ഞെട്ടിച്ചു. എന്നാൽ യുവരാജ് എന്ന പോരാളിക്ക് ഈ വെല്ലുവിളിയെയും അതിജീവിക്കണമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അമേരിക്കയിൽ ചികിത്സ നേടിയ യുവരാജ് തന്റെ മനക്കരുത്തുകൊണ്ട് രോഗത്തെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചു. കീമോതെറാപ്പിയുടെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹം തന്റെ പോരാട്ട വീര്യം കൈവിട്ടില്ല. കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും യുവരാജ് ക്യാൻസറിനെ അതിജീവിച്ചു. 2012 അദ്ദേഹം ക്രിക്കറ്റ് മൈതാനത്തിലേക്ക് മടങ്ങിയെത്തി. ക്യാൻസറിനെ അതിജീവിച്ച് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ യുവരാജിന് ആരാധകർ വലിയ സ്വീകരണമാണ് നൽകിയത്. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെയായിരുന്നു. അർബുദത്തെ അതിജീവിച്ച ശേഷം UV-CAN എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ തുടങ്ങി. അർബുദബാധിതർക്ക് സഹായം നൽകുന്നതും ബോധവൽക്കരണം നടത്തുന്നതിലും യുവരാജ് സജീവമായി പ്രവർത്തിച്ചു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ മനുഷ്യത്വപരമായ വശം കൂടി തുറന്നുകാട്ടി. ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ തകർപ്പൻ പ്രകടനങ്ങൾ പോലെ തന്നെ യുവരാജിന്റെ പ്രണയ ജീവിതവും എപ്പോഴും ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ചോക്ലേറ്റ് ഹീറോ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പ്രണയങ്ങളും വന്നുപോയിരുന്നു. യുവരാജിന്റെ ആദ്യകാല പ്രണയിനി ബോളിവുഡ് നടി കിം ശർമ്മയായിരുന്നു. ഇരുവരുടെയും പ്രണയം ഏറെക്കാലം നീണ്ടുനിന്നിരുന്നു. എന്നാൽ പിന്നീട് അവർ വേർപിരിയുകയാണ് ഉണ്ടായത്. പിന്നീട് ബോളിവുഡിലെ മുൻനിര നായികയായ ദീപിക പദുക്കോണുമായി യുവരാജ് പ്രണയത്തിലായിരുന്നു. ഇരുവരും ഒന്നിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് വാർത്തയായി മാറിയിരുന്നു. ബംഗാളി നടി റിയ സെൻ, മോഡലും നടിയുമായ പ്രീതി ജംഗാനി, ബോളിവുഡ് നടി മനീഷ ലാംബ, നേഹ ദൂബിയ തുടങ്ങിയവരുമായും യുവരാജ് പ്രണയത്തിലായിരുന്നു. ഈ ബന്ധങ്ങളെല്ലാം അക്കാലത്ത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായിരുന്നു. മോഡലുകളായ അഞ്ജൽ കുമാർ, ആഞ്ചൽ ജോസഫ് എന്നിവരുമായും യുവരാജ് സിംഗ് പ്രണയത്തിലായിരുന്നുവെങ്കിലും ആ ബന്ധങ്ങൾ അധികകാലം നീണ്ടുനിന്നില്ല. അവസാനം ബ്രിട്ടീഷ് മോഡലും നടിയുമായ ഹെസൽ കീച്ച് യുവരാജിന്റെ ജീവിത സഖിയായി. 2016 ഇരുവരും വിവാഹിതരുമായി. യുവരാജ് സിംഗിന്റെ പ്രണയകഥകൾ ക്രിക്കറ്റ് ലോകത്ത് എപ്പോഴും ചർച്ചാ വിഷയമായിരുന്നു. ചോക്ലേറ്റ് ഹീറോയുടെ പ്രണയകഥകൾ ഇന്നും ആരാധകർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇടംകൈയ്യൻ ബാറ്റിംഗിലും ഇടംകൈയ്യൻ സ്പിൻ ബൗളിംഗിലും ഒരുപോലെ മികവ് പുലർത്തിയ യുവരാജ് സിംഗ് ഒരു മികച്ച ഓൾറൗണ്ടർ ആയിരുന്നു. മധ്യനിരയിൽ അതിവേഗം റൺസ് നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യക്ക് പല വിജയങ്ങളും നേടിക്കൊടുത്തു. സമ്മർദ്ദ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധേയമായിരുന്നു. ഒരു മികച്ച ഫീൽഡർ കൂടിയായിരുന്നു യുവരാജ്. സ്ലീപ്പിലും പോയിന്റിലും യുവരാജിന്റെ ഫീൽഡിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ്.
ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം, കഠിനാധ്വാനം, പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള തിരിച്ചുവരവ് എന്നിവയെല്ലാം തന്നെ യുവരാജിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾക്ക് രാജ്യം അദ്ദേഹത്തെ അർജുന അവാർഡ്, പത്മശ്രീ പുരസ്കാരം എന്നിവ നൽകി ആദരിച്ചു. 2019 ജൂൺ 10 യുവരാജ് സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഒരുപാട് നേട്ടങ്ങളോടെയും ഓർമ്മകളോടെയുമാണ് അദ്ദേഹം ക്രിക്കറ്റ് മൈതാനത്തോട് വിട പറഞ്ഞത്. വിരമിച്ചതിന് ശേഷവും യുവരാജ് ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ്. വിവിധ ട്വന്റി ലീഗുകളിൽ കളിക്കുകയും ക്രിക്കറ്റ് കമാൻഡറായും വിദഗ്ധനായും പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ തന്റെ യുവി ക്യാൻ ഫൗണ്ടേഷനിലൂടെ സമൂഹ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. യുവരാജ് സിംഗ് ഒരു ക്രിക്കറ്റ് താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യവും ജീവിതത്തോടുള്ള സമീപനവും എപ്പോഴും ഓർമ്മിക്കപ്പെടും. യുവരാജ് സിംഗ് എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു ഇതിഹാസമായി എന്നും ഉണ്ടാവും.